എക്സിറ്റ് ദി അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തമ്പനയിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ കമ്പനി ബോർഡ് LGS അല്ലെ 7ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്ന കമ്പനി ബോർഡ് LGS നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് ലാസ്റ്റ് ഡേറ്റ് December 3rd ആയിരുന്നു. അപ്ലൈ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിലിംസ് ആയിട്ടായിരിക്കോ ഉണ്ടാവാൻ സാധ്യത അതോ മെയിൻസ് എക്സാം ആയിരിക്കോ എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അറിയാം ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ പോകുന്ന അഡ്വൈസ് പോകുന്നത് അതേപോലെ തന്നെ NJDയും അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട് കേട്ടോ. NJDയും പോകുന്ന ഒരു പോസ്റ്റ് ആണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 7th ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല ഡിഗ്രിക്കാർക്കും PGക്കാർക്കും അപേക്ഷിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ 10th +2 ഡിഗ്രി അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലുള്ളവരൊക്കെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു എക്സാമിന് എങ്ങനെയായിരിക്കും നമുക്ക് പ്രിലിംസ് ആയിട്ടായിരിക്കും മെയിൻസ് ആയിട്ടായിരിക്കും നടക്കാനുള്ള സാധ്യത എന്നാണ് പറയുന്നത്. അതിനു മുൻപ് തന്നെ ഈ ഒരു കാര്യം പറയട്ടെ, ഇത് നമ്മളൊരു നിഗമനത്തിലൂടെ അതായത് നമ്മളുടെ ഒരു അഭിപ്രായം നമ്മൾ പറയുന്നതാണ്. ഇത് ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് PSCയുടെ തീരുമാനം അനുസരിച്ചിട്ടായിരിക്കും കൂടുതലും എന്ത് വരുന്നത്, ആ ഫൈനൽ ഡിസിഷൻ വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ, നമ്മൾ എന്തൊരു വീഡിയോ പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ താഴെ കുറച്ച് നെഗറ്റീവ് കമന്റ് ഇടാൻ വേണ്ടി മാത്രമുള്ള ആളുകളുണ്ട്. അപ്പൊ അവരോട് ഞാൻ പറയാണ്, എടാ നമ്മൾ ഇങ്ങനെ വന്നിട്ട് അവർ പറയും പഠിച്ചിട്ട് കാര്യമില്ല, കൊടി പിടിച്ച് നടക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പം ഒരു ടാക്ടിക്കൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് അങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. ആത്മാർത്ഥമായിട്ട് പഠിച്ച് നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ജോലി കിട്ടും. ഈ കമ്പനി ബോർഡ് LGS എക്സാമിനൊക്കെ ഒരു പ്രത്യേക പരീക്ഷ നോക്കിക്കഴിഞ്ഞാൽ തന്നെ റാങ്കിൽ വന്നിട്ട് അതായത് 2552ഓളം എന്താണ് അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. അപ്പൊ ഏറ്റവും കൂടുതൽ വേക്കൻസി വന്ന് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ നിങ്ങളെ മനഃപൂർവ്വം എന്താ ഡിമോട്ടിവേറ്റ് ചെയ്യാനാ, ഇത് പഠിച്ചിട്ട് കുഴപ്പമില്ല, ഇതില്ല, PSC അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇത് റാങ്കിൽ വന്ന് ജോലി കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് ഇടും. നിങ്ങളാണ് തീരുമാനിക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നത്. ഈ വീഡിയോ കാണുന്ന നമ്മുടെ ശരാശരി മലയാളികളുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ കാണുന്നതിന്റെ കൂടെ തന്നെ കമന്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകാറുണ്ട്. മെജോറിറ്റി ആളുകൾ അങ്ങനെയാണ്, പെട്ടെന്ന് വീഡിയോ കണ്ട് ഓട്ടോമാറ്റിക്കലി സൈക്കോളജിക്കലി നമ്മൾ ആ ഒരു കമന്റാ നോക്കുന്നത്. ആ ഒരു കമന്റിൽ നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, വീഡിയോയും കാണില്ല, മാത്രമല്ല നമ്മൾ ആ ഒരു പഠനം തന്നെ ഉപേക്ഷിക്കും. അങ്ങനെയുള്ള ആളുകള് അവർ സൈക്കോളജിക്കലി മൂവ് ചെയ്ത് നിങ്ങൾ ഡൗൺ ആക്കാൻ വേണ്ടി നോക്കുന്നതാണ് കേട്ടോ. നിങ്ങൾ പഠിക്കുക, നിങ്ങളുടെ ജോലിയാണ്, നിങ്ങൾ പഠിച്ച നിങ്ങൾക്ക് ജോലി കിട്ടും. കഠിനാധ്വാനം ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യുക. കഠിനാധ്വാനത്തെക്കാളും ഞാൻ പറയുന്നത് സ്മാർട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക. അപ്പോ സെയിൽസ്മാൻ നമ്മൾ പറഞ്ഞ ലാസ്റ്റ് ഡേറ്റ് സെയിൽസിന്റെ ലാസ്റ്റ് ഡേറ്റ് സർവീസിന്റെ കമ്പനി ബോർഡിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇതിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പം 2021 2025 വെച്ച് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. അപ്പൊ അന്ന് നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 609/2021 ആയിരുന്നു. ഏകദേശം 8 ലക്ഷത്തിൽ അധികം ഉദ്യോഗാർത്ഥികളായിരുന്നു അന്ന് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 2025 വന്നപ്പോൾ ഏകദേശം അത് 6 ലക്ഷമായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. 2 ലക്ഷം അപേക്ഷകർ എന്ത് ചെയ്തിട്ടുണ്ട്, അത് കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ 8 ലക്ഷത്തിലെ ആളുകൾ എഴുതിയതില് അന്ന് 2 ഘട്ടമായിട്ട് പ്രിലിംസും മെയിൻസും ആയിട്ടാണ് ഇത്രയും ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 2 ഘട്ടമായിട്ടായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, PSC എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നത്. പ്രിലിമിനറി എക്സാം മെയ് മുതൽ ജൂലൈ വരെ വിവിധ ഘട്ടങ്ങളായിട്ട് ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ പല ഘട്ടങ്ങളായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. മെയ്, ജൂൺ, ജൂലൈ മാസം 2022 പ്രിലിംസ് നടത്തിയത്. ഈ പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം ഏകദേശം 53,000 ആളുകളാണ് കട്ട് ഓഫ് കഴിഞ്ഞ മെയിൻസ് എക്സാം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, എഴുതിയിട്ടുണ്ടായിരുന്നത്. മെയിൻസ് എക്സാം എന്ന് പറയുമ്പോൾ മെയ് 17, 2023 വന്നിട്ടുണ്ടായിരുന്നത്. ഷോർട്ട് ലിസ്റ്റ് 2023 സെപ്റ്റംബർ മാസത്തിൽ വന്ന് മെയിൻ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നത് ജനുവരി 12, 2024 അപ്പൊ ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് എപ്പോ വരുന്നുണ്ട്, 2027 അല്ലെ. അപ്പം 2027 ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നത്. അപ്പൊ നമ്മുടെ 2025 6 ലക്ഷം ഉദ്യോഗാർത്ഥികളാണ് ഇതിന് അപ്ലൈ ചെയ്തിട്ടുള്ളത് അല്ലെ. ഇനി ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പരീക്ഷ 2025 ഡിസംബർ മാസത്തോടു കൂടി നോട്ടിഫിക്കേഷൻ വന്നു. ഇനി നമ്മളുടെ മുന്നിൽ കിടക്കുന്നത് 2026 അല്ലെ, ഈ ഒരു ഒറ്റ വർഷമാണ്. ബിക്കോസ് ജനുവരി ആകുമ്പോഴത്തേക്കും എന്ത് വേണം, മെയിൻസിന്റെ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലേക്ക് ഇനി പോകാനുള്ള ഒരു സാധ്യത ഒരു വർഷത്തിനുള്ളിൽ
പ്രിലിംസും മെയിൻസും കഴിഞ്ഞ് എന്താണ് നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്ന് അങ്ങനെ പോവാനുള്ള സാധ്യത കാണുന്നത് കുറവാണ്. ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷകരുടെ എണ്ണം കുറവാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ പറയുവാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഏറ്റവും കൂടുതൽ NJD പോകുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. ഓക്കെ, അത് 10th ഡിഗ്രി ഒക്കെ ഉള്ള ആളുകൾ എഴുതുമ്പോൾ അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, NJD പോകും, അല്ലെങ്കിൽ അവർ വേറെ ജോലി കിട്ടി പോവുകയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ NJDയും ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ 2025 നമുക്കറിയാം ഒക്ടോബർ മാസത്തിലാണ് ഒരു 10th പ്രിലിംസ് കഴിഞ്ഞിട്ടുള്ളത് അല്ലെ. ഒരു 10th പ്രിലിംസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി അതിന്റെ പ്രിലിംസ് കഴിഞ്ഞ് ഇനി അതിന്റെ മെയിൻസ് കഴിഞ്ഞ് അല്ലെ അടുത്ത വർഷം അത് ലോങ് ആണ്. അപ്പം ഇതിന്റെ ഇത് കഴിയാനേക്ക് മുമ്പ് തന്നെ അടുത്തൊരു പ്രിലിംസ്, അതായത് നമുക്കിപ്പോ ഏകദേശം ഒരു മെയിൻസ് എക്സാം ആയിട്ട് ഞാൻ 2 ചാൻസ് ആണ് കേട്ടോ പറയുന്നത്. കമ്പനി ബോർഡ് LGS ഒരൊറ്റ മെയിൻസ് എക്സാം ആയിട്ടാണ് നടത്തുന്നത് എങ്കിൽ നമുക്കൊരു മെയ് മാസത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യാം, എക്സാം പ്രതീക്ഷിക്കാം. മെയ് മാസത്തോട് കൂടിയിട്ട് പകുതിയോട് കൂടിയിട്ട് 2026 മെയിൻസ് എക്സാം കഴിഞ്ഞ് 2027 കൂടിയിട്ട് എന്താണ് നമുക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ലെ. ഇനി അതുപോലെ തന്നെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഇനി പ്രിലിംസിലേക്ക് പോകാനാണെങ്കിൽ ഇപ്പൊ നമുക്ക് നിലവിൽ വിളിച്ചിട്ടുണ്ട് 10th ബേവ്കോ LDC ഇപ്പൊ വരുന്നുണ്ട്, വില്ലേജ് ഫീൽഡ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഇത് നടത്താനാണ് എങ്കിൽ തന്നെ നമുക്ക് എന്താണ് ഓഗസ്റ്റ് വീണ്ടും നീണ്ടുപോവാണ് അല്ലെ. അപ്പൊ ഒരു വർഷത്തിനുള്ളിൽ തന്നെ പ്രിലിംസും മെയിൻസും നടത്തി പെട്ടെന്ന് തന്നെ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് പോകാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ് നമ്മളുടെ മുന്നിൽ കാണുന്നത്. പക്ഷെ എങ്കിൽ കൂടിയും ഒരു ഫൈനൽ അതോറിറ്റി ഡിസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും, PSC തന്നെയാണ്. ഇനി ഇതിന്റെ ഒരു കാര്യം ഞാൻ ഒരു ഹൈലൈറ്റ് കൂടി നിങ്ങളോട് ഞാൻ പറയട്ടെ. നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഇപ്പം ഈ പറയുന്ന 10th പ്രിലിംസിന്റെ ആണെങ്കിലും നമ്മുടെ കമ്പനി ബോർഡ് LGS, അതായത് കമ്പനി ബോർഡ് LGS മാത്രം ഫോക്കസ് ചെയ്ത OA 10th ലെവലായുള്ള LGS, വേരിയസ് LGS, കമ്പനി ബോർഡ് LGS, അസിസ്റ്റന്റ് ഒക്കെ നോക്കി മാത്രം നടക്കുന്ന കുറച്ച് ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും. എന്തുകൊണ്ടാണ്? അത് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ മെയിൻസ് ഫോക്കസ് ചെയ്ത് തന്നെ പഠിച്ചാൽ മതി. കാര്യം രണ്ടിന്റെ സിലബസിൽ വ്യത്യാസം വരുന്നില്ലല്ലോ. അപ്പൊ പ്രിലിംസ് നടത്തിയാലും മെയിൻസ് വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ പഠനം എന്ന് പറയുന്നത് അവിടെ എന്താവുന്നില്ല, അവിടെ നിങ്ങൾക്ക് 2 രീതിയിലുള്ള പിന്നെയും പഠിച്ചിട്ട് പിന്നെയും പഠിക്കുന്നില്ല. ആ ഒരു ഒറ്റ പഠനം തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ജോലിയിലേക്ക് നിങ്ങളെ എത്തിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇവിടെ തന്നെയാണ് സയൻസ്, അതുപോലെ ഈ വരുന്ന ഇന്ത്യൻ ഹിസ്റ്ററി, നമ്മുടെ കേരള ഹിസ്റ്ററി, കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, ഇതെല്ലാം സെയിം തന്നെയാണ്. നല്ല സയൻസ് വരുന്നതാണെങ്കിലും മാത്സ് വരുന്നതാണെങ്കിലും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ ഈ മെയിൻ സിലബസ് വെച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. പക്ഷേ ഒരു കൃത്യമായ ടൈം ടേബിൾ പ്രകാരം നിങ്ങൾക്കൊരു 100 ദിവസം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലത്. അപ്പോ കമ്പനി ബോർഡ് LGSന് വേണ്ടി മാത്രം AZB അക്കാഡമി 2500 രൂപയാണ് നിങ്ങൾക്ക് ഫീസ് വരുന്നത്. 100 ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള 100 ഡേയ്സിലേക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള ഒരു കോഴ്സ്, ഏറ്റവും പുതിയ ബാച്ച്, നമ്മുടെ 5ാമത്തെ ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഏറ്റവും പുതിയ ബാച്ചാണ്. ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാം. നമ്മളുടെ കോഴ്സിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറുതെ ലൈവ് ക്ലാസ്സസ് ഇങ്ങനെ 3-4 മണിക്കൂർ തരികയല്ല ചെയ്യുന്നത്. നമുക്ക് ഒരു ദിവസം നിങ്ങൾ എന്താണ് പഠിക്കേണ്ടതെന്നുള്ളത് സിലബസ് ഈ മെയിൻ സിലബസിൽ തന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, മാത്സ് ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ക്ലാസ് ഒരു ദിവസം 2 മണിക്കൂർ നിങ്ങൾ വെച്ച് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റുന്നതാണ്. 100 ദിവസം നിങ്ങൾ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ 100 എക്സാം ആണ് പഠിച്ച ടോപ്പിക് ഓരോ ഡെയിലി നമ്മൾ ചെയ്യുന്നത്. അതുകൂടാതെ എല്ലാ ദിവസവും 12:30 നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഓരോ സബ്ജക്റ്റിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കൊണ്ട് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. സ്റ്റഡി നോട്ട്സ് ഉണ്ടാവും, അതുപോലെ തന്നെ മെന്റർ ഉണ്ടാവും. നിങ്ങൾക്ക് എപ്പോഴും ഒരു ഇമോഷണൽ കണക്ഷൻ നിങ്ങൾ എത്തി പഠിപ്പിക്കാനായിട്ട് ഒരു മെന്റർ സപ്പോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് BFAയും ബേവ്കോയും അതുപോലെ തന്നെ കമ്പനി ബോർഡും കൂടെ കൂടിയിട്ടാണെങ്കിൽ പ്രയാണം എന്ന് പറയുന്ന നമ്മുടെ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്. ആ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് ആ ഒരു സിംഗിൾ കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 3 എക്സാമിന് നിങ്ങൾക്ക് സിംഗിൾ പഠിത്തം മതി. ഇത് പഠിച്ചു കഴിഞ്ഞാൽ 3 എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചോളൂ. അപ്പൊ നമ്മളുടെ പഠനം ഉഷാറാവട്ടെ. അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ വെക്കുക, ചുരുങ്ങിയ ടൈമിനുള്ളിൽ മാക്സിമം ഏരിയാസ് പഠിച്ചിട്ട് അത് റിവിഷൻ ചെയ്യുക. മാക്സിമം നോട്ട്സുകൾ, ഒരുപാട് ക്ലാസ്സുകൾ കാണുന്നതിനേക്കാൾ ഉപരി മാക്സിമം റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഉത്തരവാദിത്തം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളുടെ സൗജന്യ ഗ്രൂപ്പ് നമ്മൾ ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റഡി നോട്ട്സും അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സും ഫ്രീ ക്ലാസ്സും ഒക്കെ ലഭിക്കാനായിട്ട് ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഗൂഗിൾ ഫോം ഒന്ന്
ഫിൽ ചെയ്ത് തരാം. താഴെ നമ്മൾ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാടാ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. Till then, bye bye and thank you.